ഇന്ന് നമ്മുടെ പച്ചമുളക് കൃഷിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ പഴുത്ത മുളക് വേണം പൊട്ടിക്കാനായിട്ട്. ആ പഴുത്ത മുളക് പൊട്ടിച്ച് അതിൻ്റെ വിത്തെടുത്താണ് പാകി മുളപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ കാന്താരി മുളക് എടുത്തിട്ടുണ്ട്, എരിമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലേക്ക് മേടിക്കുന്ന മുളക്, അതിൽ നിന്നും വിത്തെടുത്ത് മുളപ്പിക്കാം, നമുക്ക് മുളക് ഉണ്ടായി കിട്ടും. ഇവിടെ ഇപ്പോൾ ഈ വിത്തിലേക്ക് കുറച്ച് ചാരമാണ് ഇട്ട് കൊടുക്കുന്നത്. ചാര എപ്പോഴും നല്ലതാണ്. ചാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വിത്തുകൾ മുളച്ച് കിട്ടുകയും ചെയ്യും, നല്ല തൈകളായിരിക്കും മുളയ്ക്കുന്നത്. ഇതുപോലെ തൈയൊക്കെ മുളച്ച് കഴിയുമ്പോൾ നമുക്ക് പറിച്ച് നടാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ചാരം പുരട്ടിയ വിത്തുകളാണ് എല്ലാം. ഇതിലിപ്പോൾ അനുഗ്രഹയുടെ വിത്തുമുണ്ട്. ഇതുപോലെ വിത്ത് മുളച്ച് കഴിഞ്ഞ് ഇത്രയും വലുപ്പമാകുമ്പോൾ നമുക്ക് പറിച്ച് നടാവുന്നതാണ്. അതിനായിട്ട് നമ്മൾ മണ്ണൊരുക്കണം. മണ്ണൊരുക്കാനായിട്ട് കുമ്മായം ചേർത്ത ഒരാഴ്ച മുന്നേ കുമ്മായം ചേർത്തിട്ട മണ്ണാണ്. അപ്പോൾ ആ മണ്ണിലേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ തൈകളൊക്കെ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് കടക്കിലേക്ക് മണ്ണിട്ട് കൊടുക്കണം. എപ്പോഴും മുളക് ചെടി വലുതാവും തോറും അതിൻ്റെ കടക്കിലേക്ക് മണ്ണ് കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കണം. വളവും കൊടുക്കണം, മണ്ണും കൂട്ടണം. അപ്പോൾ വേഗം വലുതാവുകയും ചെയ്യും. കുറച്ചുകൂടി വലിയ ചെടികളാണെങ്കിൽ നമുക്ക് നേരിട്ട് വളമിട്ട് മണ്ണിടാവുന്നതാണ്. അപ്പോൾ നമുക്ക് കോഴിക്കാഷ്ടമോ ചാരമോ അതുപോലെ എന്ത് വളം വേണമെങ്കിലും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ മണ്ണിട്ട് കൊടുക്കാം. കോഴിക്കാഷ്ടമാണ് ഏറ്റവും നല്ലത്. ചാണകം ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് മുരടിപ്പ് കാണാറുണ്ട്. അതല്ലെങ്കിൽ ഇതുപോലെ സ്ലറി ഉണ്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. പിന്നെ നമ്മുടെ മുളക് ചെടി വലുതായി വരും തോറും നമുക്ക് അടിയിലുള്ള ഇലകളെല്ലാം നുള്ളിക്കളയുകയും ചെയ്യാം. അത് മുളക് ചെടിക്ക് നല്ലതാണ്. അതുപോലെ നമ്മുടെ ചെറിയ ചെടിച്ചട്ടികളിലോ വേറെ ഏതെങ്കിലും ചെറിയ കൂട്ടുകളിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് മുളക് ചെടി നടാവുന്നതാണ്. പിന്നെ നമ്മുടെ വലിയ മുളകുകൾ ചെടിയാണെങ്കിൽ അതിൻ്റെ പുല്ലൊക്കെ കളഞ്ഞ് കുറച്ച് ചാരം നമ്മൾ അതിൻ്റെ അടിയിലേക്ക് ഇട്ട് കൊടുത്ത് കുത്തി ഇളക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ കൊത്തി ഇളക്കുമ്പോൾ മണ്ണിന് ഒരു ഇളക്കവും വരും. ചെടികൾ വേഗം ഈ മുളക് ചെടി നല്ല വലുപ്പത്തിലും വരും, നമുക്ക് മുളകുണ്ടായി കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്നത് സ്ലറി ഉണ്ടാക്കിയത് അരിച്ച് ഒരു സ്പ്രേയിലേക്ക് ഒഴിച്ച് അത് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുക. ഡയറക്റ്റായിട്ട് അടിയിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്, പക്ഷെ നല്ലത് സ്പ്രേ ചെയ്യുന്നതാണ്. സ്പ്രേ ചെയ്യുമ്പോൾ മുളകിൻ്റെ ഇലയുടെ അടിയിലായിട്ട് തന്നെ സ്പ്രേ ചെയ്യണം. അപ്പോൾ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചത്തുപോയിക്കോളും. ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഒരു മാസത്തിലോ 2 മാസത്തിലൊക്കെ എപ്പോഴും സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് കൊടുത്താലാണ് നല്ലത്. വേനൽക്കാലത്തിനേലും മഴക്കാലത്ത് കേടുകൾ കുറവാണ്. ഇതുപോലെ മഞ്ഞപ്പാണ് കുറച്ച് വരിക. അപ്പോൾ അതിന് ഇതുപോലെ സ്ലറിയൊക്കെ അടിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് വീട്ടാവശ്യത്തിനായ മുളക് ഇഷ്ടം പോലെ കിട്ടും. ഇവിടെ ഇപ്പോൾ നമുക്ക് ബാക്കി വരുന്നതൊക്കെ നമ്മളിവിടെ അടുത്തൊരു മാർക്കറ്റിൽ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുളക് കൃഷിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് വളവും ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മുളക് നടാവുന്നതാണ്. ഇഷ്ടം പോലെ മുളകും കിട്ടും. പൂ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ പൂ കുത്തി കഴിഞ്ഞാൽ ആദ്യത്തെ പൂക്കൾ നമുക്ക് കളയാം. അടുത്ത കൃഷിമേ എടുത്ത്